വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഓറഞ്ച് സ്ലൈസ് വരയ്ക്കുന്ന വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ സ്ട്രോബറിയും കൂടെ ഒന്ന് വരച്ച് കാണിക്കാവുന്നു. അപ്പോൾ ആ ഒരു സജഷൻ കണക്കിലെടുത്ത് ഇന്ന് നമ്മൾ സ്ട്രോബറിയാണ് വരയ്ക്കാൻ പോകുന്നത്. എല്ലാവരുടെയും കയ്യിൽ ഇത് പെയിൻറ്റും ബ്രഷും ഒന്നും കാണണമെന്നില്ലല്ലോ. അപ്പോൾ വല്ലവന് പുല്ല് ആയതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് കുട്ടികൾ യൂസ് ചെയ്യുന്ന സാധാ സ്കെച്ച് പെന്നാണ് എടുത്തേക്കുന്നത്. അതിൽ ഒരുപാട് ഷെയ്ഡും കാര്യങ്ങളും ഇല്ല. ലൈറ്റും ഡാർക്കും റെഡ് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. നമ്മുടെ കയ്യിൽ അങ്ങനെ ഇല്ലല്ലോ, ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം സ്ട്രോബറി ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഔട്ട്ലൈനിൽ ഇതുപോലെ റെഡ് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് പക്ഷേ ലൈറ്റായിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്, എന്നാലും നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. കാര്യം നമ്മുടെ ഈ 2 ഷെയ്ഡ് സ്കെച്ച് ഇല്ലല്ലോ. അപ്പോൾ ആദ്യം ലൈറ്റായിട്ട് ബേസ് പോർഷൻ അടിക്കുക, എന്നിട്ട് അതിൽ ഇങ്ങനെ റൗണ്ട് പോലെ ഇങ്ങനെ നല്ല ഡാർക്കായിട്ട് ആ സെയിം റെഡ് വെച്ച് തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു ഡാർക്ക് ഷെയ്ഡ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഡാർക്ക് ഗ്രീൻ ആ തണ്ടിന് ചുറ്റും അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റ് ഗ്രീൻ വെച്ച് അത് ഫില്ല് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനൊരു ലുക്ക് കിട്ടി. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബോർഡറിൽ ബ്ലാക്കും നടുക്ക് എന്നിട്ട് അത് റെഡ് വെച്ചിട്ട് അത്യാവശ്യം എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഹൈലൈറ്റ് ആണ് ചെയ്യാനുള്ളത്. ഇത് മാത്രമാണ് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്, വൈറ്റ് ജെൽ പെനാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇതില്ലാത്തവർ നിങ്ങൾ പെയിൻറ്റ് ബ്രഷും വെച്ചിട്ട് നിങ്ങൾക്ക് ഹൈലൈറ്റ് കൊടുക്കാം. സ്ട്രോബറിയിൽ ഹൈലൈറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ സർക്കിൾ പോലെ തന്നെ കൊടുക്കണം, എന്നാലേ ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. കാരണം ആ സ്ട്രോബറിയിലുള്ള കുഴികളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ സാധാ സ്കെച്ച് പെൻ വെച്ച് വേറെ ഷെയ്ഡും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, ആകെ റെഡിൻ്റെ ഒരു ഷെയ്ഡും 2 ഗ്രീൻ സ്കെച്ചുമാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ക്വാളിറ്റിയെ ഞാൻ ഈ ഡ്രോയിങ്ങിന് പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ പ്രതീക്ഷയിലും ബെറ്ററായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ആരെക്കൊണ്ടും പറ്റുന്നതാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഇട്ടെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ ഇട്ടല്ലേ. നമ്മുടെ വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.